നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 16, 15 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് 11 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായി എന്തു കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് തിരുസഭയിൽ വിശുദ്ധ പൗലോസിൻ്റെ മാനസാന്തര തിരുനാൾ ആഘോഷിക്കുമ്പോൾ 2 വായനകളും നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് എന്തിനാണ് നാം മാനസാന്തരപ്പെടുന്നത്. അതെത്തി നിൽക്കുന്നത് ഒരു സുവിശേഷ ജീവിതത്തിലേക്കുള്ള വിളി സ്വീകരിച്ചവരാണ് നമ്മളെന്നും, അതുകൊണ്ട് നിരന്തരമായൊരു മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലൂടെ, അത്ഭുതത്തിലൂടെ കടന്നു പോകേണ്ടവരാണ് എന്നുള്ളതാണ് ഇന്നത്തെ വായനകളുടെയൊക്കെ വളരെ കൃത്യമായ സന്ദേശമായിട്ട് നമുക്ക് തരിക. നമുക്കറിയാം, നമ്മളിന്ന് പൗലോസിൻ്റെ മാനസാന്തരം ആഘോഷിക്കുകയാണ്. എല്ലാ മാനസാന്തരങ്ങളും ആഘോഷിക്കപ്പെടേണ്ടതാണ്. പൗലോസിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും പൗലോസ്ലീഹ എങ്ങനെയായിരുന്നു എന്നൊക്കെ ആദ്യ വായനയിൽ വളരെ മനോഹരമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പൗലോസ്ലീഹ തന്നെ പറയുന്നുണ്ട്, ഞാൻ ഈ മാർഗത്തെ, ക്രിസ്തു മാർഗത്തിൽ പിന്തുടരുന്നവരെ പിടിച്ച് പീഡിപ്പിക്കുകയും കൊന്നുകളയുകയൊക്കെ ചെയ്യുന്ന ഒരു മനസ്സിൻ്റെ ഉടമയായിരുന്നു ഞാൻ. അതായത് ആ ഒരു ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നവരെ യഹൂദ വിശ്വാസത്തിനെതിരാണ് എന്ന് മനസ്സിലാക്കി, യഹൂദ വിശ്വാസത്തിൽ അത്ര കണ്ട് സ്ട്രോങ് ആയിട്ടിരുന്ന പൗലോസ്ലീഹ ഇവരൊക്കെ പിടിച്ച് കൊന്നുകളഞ്ഞുകൊണ്ടിരുന്നൊരവസ്ഥയായിരുന്നു എൻ്റേത് എന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. അവിടെ വെച്ചാണ് കർത്താവിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ തലോടലുണ്ടാകുന്നതും സ്പർശനമുണ്ടാകുന്നതും. പിന്നെ സംഭവിക്കുന്നതാണ് അത്ഭുതം. എന്താണ്? പൗലോസ്ലീഹയുടെ മാനസാന്തരം സംഭവിക്കുക, മനസ്സിന് മാറ്റം ഉണ്ടാകുക. മാനസാന്തരം എന്ന് പറഞ്ഞാൽ മനസ്സിനുണ്ടാകുന്ന ഒരു മാറ്റമാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ചില ജീവിതങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും ഭാരപ്പെടുന്ന എന്താണെന്നറിയാമോ? മനസ്സിന് ചിലർക്ക് ഒരു മാറ്റം ഉണ്ടാകുകയില്ല. എന്തു പറഞ്ഞാലും അവരുടെ മനസ്സിന് മാറ്റം ഉണ്ടാകില്ല. അവർ പിടിച്ചത് അതുപോലെ തന്നെ ചില പിടിവാശി സ്വഭാവങ്ങൾ, വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവങ്ങൾ, ഞാൻ പറയുന്നതാണ്, ഞാൻ ചെയ്യുന്നതാണ് ശരി എന്നുള്ള തെറ്റായ മനസ്സിൻ്റെ തെറ്റിദ്ധാരണകൾ, ഇതിലൊക്കെ അങ്ങോട്ട് കടുപിടിക്കുന്ന ചില ജീവിതങ്ങളുണ്ട്. അല്ലെങ്കിൽ ചില സ്വഭാവത്തിൻ്റെ വൈകല്യങ്ങളാകാം, ചില ദുശ്ശീലങ്ങളാകാം. അതിലേക്കൊക്കെ ആയിരുന്നു കൊണ്ട് അത് നല്ലതാണ് എന്ന് സ്വയം തീരുമാനിക്കുകയും അങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയും അങ്ങനെ ജീവിക്കുകയും ചെയ്യുന്നവരുണ്ട്. പക്ഷേ ചിലപ്പോഴെങ്കിലൊക്കെ ഈ ധ്യാനത്തിൻ്റെ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഈ മാനസാന്തരമാണ്. 5 ദിവസത്തെ ധ്യാനത്തിന് 10, 15, 16 വർഷമൊക്കെ ആയിട്ട് കഴിഞ്ഞ നാളുകളിൽ കണ്ടുമുട്ടിയ ഒരു സഹോദരനുണ്ട്. ഒരു 16 വർഷത്തോളം സ്വന്തം കൂടപ്പുറപ്പുമായിട്ട് സംസാരിച്ചിട്ട് പോലുമില്ല. ചെറിയ പ്രശ്നങ്ങളായിട്ട് ഭാഗോടമ്പടിയുടെ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോരേണ്ട ഒരു സാഹചര്യം ഉണ്ടായതാണ്. കയ്യേറ്റം ഉണ്ടായി, സഹോദരങ്ങൾ തമ്മിൽ തല്ലായി, വാക്കത്തേക്ക് എടുത്തു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് സ്വന്തം ഭവനത്തിൽ നിന്നും ഭാര്യയും മക്കളെയൊക്കെ കൂട്ടിക്കൊണ്ട് ഇറങ്ങിപ്പോയതാണ്. അങ്ങനെ 16 വർഷക്കാലം സ്വന്തം കൂടപ്പുറപ്പായിട്ട് മിണ്ടിയിട്ട് പോലുമില്ല. അങ്ങനെ ധ്യാനത്തിന് വന്ന് ധ്യാന ദിവസങ്ങളിൽ കർത്താവിൻ്റെ വചനം കേട്ടപ്പോൾ ആഴമായ മാനസാന്തരം ഉണ്ടാകുകയും സ്വന്തം സഹോദരനോട് ക്ഷമിക്കാൻ തയ്യാറാകുകയും അങ്ങനെ പിൽക്കാലത്ത് ഈ ക്യാരിസ് ഭവനിൽ സ്വന്തം സഹോദരനെയും കൂട്ടിക്കൊണ്ട് ഈ ഭവനത്തിൽ വരാനും അവരുടെ ജീവിതത്തിൽ സംഭവിച്ച വലിയ അത്ഭുതം, മാനസാന്തരം എന്ന അനുഭവമാണ്. 16 വർഷക്കാലം സ്വന്തം കൂടപ്പുറപ്പായിട്ട് മിണ്ടാതിരിക്കുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാരണങ്ങളുണ്ട്, ക്ഷമിക്കാതിരിക്കാൻ കാരണങ്ങളുണ്ട്. നിസ്സാര കാരണങ്ങളൊന്നുമല്ല. സ്വന്തം സഹോദരൻ വാക്കത്തിയെടുത്ത് വെട്ടാനൊങ്ങുകയും ഓടിച്ചിടുകയും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സ് മുറിയും, വേദനിക്കും. അത് മനസ്സിന് കഠിനമായ അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകും.
അത് എക്കാലത്തെയും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിന് കാരണമാകും. അങ്ങനെ ഒരു മനസ്സിൻ്റെ ഉടമയായിരുന്ന ഒരു വ്യക്തി 4-5 ദിവസം കർത്താവിൻ്റെ വചനം കേട്ടപ്പോൾ, കർത്താവിൻ്റെ ഒരു സ്പർശനം കേട്ടപ്പോൾ ആ കഠിനമായി പോയ മനസ്സ് ഉരുകുകയും ഒരു അന്തരം, ഒരു മാനസാന്തരം ഉണ്ടാവുകയും ചെയ്യുകയും അങ്ങനെ തൻ്റെ സഹോദരനുമായി ക്ഷമിക്കാനും പുനരൈക്യത്തിലേക്ക് വരാനും സാധിച്ചതെന്നുള്ളത് അത്ഭുതമാണ്. ഇതൊക്കെയാണ് നമ്മൾ അത്ഭുതം എന്ന് വിളിക്കേണ്ടത്. ബാക്കി കാര്യങ്ങളൊക്കെ സ്വാഭാവികമായ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ഇവിടെ സുവിശേഷത്തിലും ആദ്യവാനിലൊക്കെ കണ്ടതുപോലെ നിരന്തരമായ നിരവധിയായ അത്ഭുതങ്ങൾ കർത്താവിൻ്റെ നാമത്തിലും കർത്താവിൻ്റെ വചനത്തിൻ്റെ പ്രഘോഷത്തിലും സംഭവിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ അത്ഭുതം എന്നിൽ സംഭവിക്കണമെങ്കിൽ, ഈ പറയുന്ന അത്ഭുതം എന്നിൽ സംഭവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ മനസ്സിന് മാറ്റമുണ്ടാകാൻ തക്ക വിധത്തിൽ നമ്മളെ തന്നെ എളിമപ്പെടുത്തേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നത് ഇന്ന് പൗലോസിന്റെ മാനസാന്തരത്തിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും തിരുനാൾ ആഘോഷിക്കണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം കടന്നു പോകുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നത് എപ്പോഴാണെന്നറിയാവോ? അനുദപിക്കുന്ന, മാനസാന്തരപ്പെടുന്ന ഒരു ഭാവിയെ ഓർത്താണ്. അപ്പൊ നമ്മളെ ഓർത്ത് സ്വർഗം എല്ലാ ദിവസവും സന്തോഷിക്കപ്പെടണമെങ്കിൽ നിരന്തരമായൊരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകണം. നമ്മളായിരിക്കുന്ന മനസ്സിന്റെ അവസ്ഥയിൽ നിന്നും ക്രിസ്തു സ്നേഹത്തിൽ രൂപപ്പെട്ട ഒരു മനസ്സ് ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും നമുക്ക് പറ്റണം. അവിടെയാണ് മാനസാന്തരം സംഭവിക്കുന്നത്. പാപത്താലും അശുദ്ധിയാലും പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായം 22-ാമത്തെ വചനത്തിൽ പറയുന്ന പോലെ പഴയ മനുഷ്യന് ഉരിഞ്ഞു മാറ്റണം. പാപത്താൽ കലുഷിതമായ, അശുദ്ധിയാൽ മ്ലേച്ഛതാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റിയിട്ട് മനസ്സിന്റെ നവീകരണം വഴി, ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടാണ്, നമ്മൾ പലപ്പോഴും മിസ് ചെയ്യുന്ന സാധനമാണ്. മനസ്സിന്റെ നവീകരണം വഴി, മാനസാന്തരം വഴി പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. ക്രിസ്തുവാകുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവനെന്നാണ് പൗലോസ് പറയുന്നത്. ഇതാണ് യഥാർത്ഥ മാനസാന്തരം. ക്രിസ്തുവിനെ ധരിക്കുന്നത് ക്രിസ്തുവിന്റെ മനോഭാവത്തിലേക്കും വളരുന്നതാണ് യഥാർത്ഥ. ഇത് നമ്മളിൽ സംഭവിക്കുമ്പോൾ എല്ലാ ദിവസവും ഒരു തിരുനാൾ ആഘോഷം നടക്കുകയാണ്. സ്വർഗം നമ്മളെ ഓർത്ത് സന്തോഷിക്കുകയാണ്. അതുമാത്രമല്ല, നമുക്ക് സന്തോഷിക്കാനുള്ള കാരണമുണ്ട്. കാരണം നമ്മളൊരു മാനസാന്തരം സംഭവിച്ചു. ഓരോ ദിവസവും ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിരന്തരമായ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ഈശോയോടുള്ള ബന്ധത്തിൽ മാനസാന്തര അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടവരാണ് നമ്മൾ. വെറുപ്പിൽ നിന്നും ക്ഷമയിലേക്കും സ്നേഹത്തിലേക്കും, അഹങ്കാരത്തിൽ നിന്നും എളിമയിലേക്കും ശാന്ത സ്വഭാവത്തിലേക്കും, അല്ലെങ്കിൽ ദേഷ്യ സ്വഭാവത്തിൽ നിന്നും ശാന്തതയിലേക്കും, അങ്ങനെ നിരന്തരമായൊരു പടിയിറക്കം, ഒരു മാനസാന്തരം നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുകയാണ്. സ്വർഗം ആഘോഷിക്കുകയാണ്. പൗലോസിന്റെ തിരുനാൾ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ്. ആലോചിക്കുക, 2000 വർഷങ്ങൾക്ക് ഇപ്പുറവും ഈ തിരുനാൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുക നമ്മൾ. എന്താണ് തിരുനാൾ? പൗലോസ് മാനസാന്തരപ്പെട്ടത് വേറൊന്നുമില്ല. പൗലോസിന്റെ മനസ്സ് മാറ്റി. കൊല്ലാൻ പോയിരുന്നവൻ തിരിച്ചു വന്നിട്ട് ഏത് മാർഗത്തെ നശിപ്പിക്കാൻ ആഗ്രഹിച്ചോ ആ മാർഗത്തിന്റെ തലവനായി, പ്രഘോഷകനായിട്ട് പൗലോസ് മാറി. സുവിശേഷ പ്രഘോഷകനായിട്ട് പൗലോസ് മാറി. ഈ മാനസാന്തരപ്പെട്ടത് ഉന്നതമായ വിളിയിലേക്കുള്ള ദൗത്യം നൽകാൻ വേണ്ടി. എന്താണ്? സുവിശേഷ ജീവിതത്തിലേക്കുള്ള വിളിയാണ്. അതാണ് സുവിശേഷത്തിലേക്കും വരുമ്പോൾ ഈശോ പറയുന്നത്, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ, എല്ലാ സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കുവിൻ, നിങ്ങൾ എനിക്ക് സാക്ഷികളാകുവിൻ. ഈ സാക്ഷികളാകണമെങ്കിൽ മാനസാന്തരം സംഭവിക്കണം അല്ലെ? കർത്താവ് കരുണ കാണിക്കുന്നവനാണ്. കർത്താവ് കരുണ കാണിക്കും എന്ന് പറയുമ്പോൾ കർത്താവ് കരുണ കാണിക്കണമെങ്കിൽ നമ്മൾ പാപത്തോർത്ത് അനുദപിക്കേണ്ടതുണ്ട്. ഇത് സംഭവിക്കാതെ കർത്താവ് കരുണ കാണിക്കല. കർത്താവ് കരുണാമയനാണ് എന്നൊക്കെ നമ്മൾ പറയും. ശരിയാണ്. അതെങ്ങനെ ഞാൻ സ്വീകരിക്കുന്നത് എന്നിലുള്ള പാപത്തെ ഓർത്ത് ഞാൻ അനുദപിക്കുമ്പോഴാണ് കർത്താവിൻ്റെ കരുണ, നിത്യകാരുണ്യകനായ കർത്താവിൻ്റെ സ്നേഹവും കരുണയും ഞാൻ അനുഭവിക്കുന്നത്. ഞാൻ അനുദപിക്കാൻ തയ്യാറാകുമ്പോഴാണ്. അപ്പോൾ കർത്താവിൻ്റെ കരുണയും സ്നേഹവും ഒക്കെ ഓരോ നിമിഷവും നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മളിൽ മാനസാന്തരത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകുകയും മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്യാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ എന്നുള്ള സന്ദേശമാണ് ഇന്നത്തെ വായനകളിലൂടെ കർത്താവ് നമുക്ക് തരുന്നത്. ഈ സന്ദേശം ഹൃദയത്തിൽ സ്വീകരിച്ച് എളിമപ്പെടേണ്ട വിഷയങ്ങളിൽ ഒരു മാനസാന്തരം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണമെന്ന് എനിക്കറിയാവുന്ന ചില വിഷയങ്ങളുണ്ട്. മറ്റുള്ളവർ ചൂണ്ടിക്കാണിച്ച് തന്നിട്ടുള്ള ചില മേഖലകളുണ്ട്. ആ മേഖലകളിൽ നിരന്തരമായ കർത്താവിൻ്റെ സഹായവും കൃപയും യാചിച്ചുകൊണ്ട് മാനസാന്തരത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ
സ്വർഗം എല്ലാ ദിവസവും നമ്മുടെ ജീവിതം സ്വർഗത്തിൽ ആഘോഷിക്കാൻ തക്ക വിധത്തിൽ രൂപപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.